കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വേദനയുണ്ടോ? ഏയ്, അതൊന്നും സാരമില്ല. ഏട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല ഏട്ടാ. ഇതെങ്ങനെ? മോളെ, അമ്മേ, ആ രാക്ഷസൻ നിന്നെ അയക്കാൻ തയ്യാറാവുന്ന ഞാൻ കരുതിയതേയില്ല മോളെ. അയക്കൂലായിരുന്നമ്മേ. ശാലിനിയുടെ ഇടപെടല എല്ലാം സാധിച്ചെടുത്തത്. ആരുടെയും വെല്ലുവിളി ഏറ്റെടുത്തിട്ടല്ല. സത്യാമ്മയുടെ മനസ്സ് നോവുന്നത് കണ്ട ഞാൻ പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ചത്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഭാമേ, ഇനിയെങ്കിലും നീ നിന്റെ മരുമകളെ മനസ്സിലാക്കണം. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? നിന്റെ മനസ്സ് മനസ്സിലാക്കുന്നത് സുസ്മിത മാത്രമേ ഉള്ളൂ എന്ന്. എന്ത് പുണ്യ ഇവൾ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അല്ല ആന്റി, ഇതിൽ എനിക്ക് സംശയമുണ്ട്. സംശയം? എന്ത് സംശയം? പ്രീതി തന്നെയല്ലേ നിന്റെ കൺമുന്നിൽ നിൽക്കുന്നത്, പിന്നെന്താ? അങ്ങനല്ല. വസുമതി ആന്റിയുടെ അടുത്ത് എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാല്ലോ. ഹോസ്പിറ്റൽ ചെക്കപ്പിനെന്നൊക്കെ പറഞ്ഞ വസുമതി ആന്റി പ്രീതിയെ ശാലിനിയുടെ കൂടെ അയക്കും. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ ഭാമാന്റിയെ കടിച്ചു കീറാൻ നിന്ന വസുമതി ആന്റി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും മാലാഖയായെന്ന് പറഞ്ഞ അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കില്ല. അതോ ഇവളുടെ കയ്യിൽ ആളുകളെ മയക്കുന്ന എന്തെങ്കിലും മന്ത്രമുണ്ടോ? അങ്ങനെ ഒരു മന്ത്രമുണ്ട് സുസ്മിതേ. നിനക്കൊരിക്കലും സ്വായത്തമാക്കാൻ കഴിയാത്ത മന്ത്രമാ അത്. ആ മന്ത്രത്തിന്റെ പേരാണ് സ്നേഹം. നേരാണോ മോളെ? സീമന്തത്തിനെന്ന് പറഞ്ഞു തന്നെയാണോ ശാലിനി നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത്? അതെ അമ്മേ. എന്റെ വയറ്റിലെ കുഞ്ഞാണ് സത്യം. സീമന്തത്തിനാണെന്ന് പറഞ്ഞു തന്നെയാ ശാലിനി എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. അയ്യോ മോളെ, കുഞ്ഞിന്റെ മേലൊന്നും സത്യം ചെയ്യാതെ അമ്മയ്ക്ക് വിശ്വാസമായി. അതുമാത്രമല്ല, ചടങ്ങിന് അർജുനേട്ടനും ഉണ്ടാവും. പിന്നെ സത്യാമ്മ വിളിച്ച വസുമതി ആന്റിയും ചടങ്ങിൽ പങ്കെടുക്കും. വിളിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾക്ക് എന്നോടുള്ള പിണക്കം മറക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് അവളോട് പിണക്കമൊന്നുമില്ല. മാത്രല്ല, ചടങ്ങിന് വസുമതി വന്ന പറയെഴുന്നള്ളിപ്പിന് അവളുടെ വീട്ടിൽ പോയപ്പോ അവള് കാണിച്ച ചെറ്റത്തരം ഞാൻ എന്തായാലും കാണിക്കില്ല. സർവ്വതും മറന്ന് ഞാൻ അവളെ സ്വീകരിക്കും. എത്രയായാലും എന്റെ പ്രീതിയുടെ മറ്റൊരമ്മയല്ലേ അവള്. അമ്മേ, ഓ, എല്ലാരും കൂടി അങ്ങ് ഒന്നാവാൻ പോവാണല്ലോ. ശരിയാക്കി തരാം ഞാൻ. ഭാമേ, പ്രീതി എത്തിയ സ്ഥിതിക്ക് നേരത്തെ തന്നെ സീമന്താവാ അല്ലേ? പിന്നെ എന്തിനാ വൈകിക്കുന്നേ? ആഹാ, വിഷ്ണു, നീ അതിന്റെ കാര്യങ്ങൾ നോക്ക്. മോള്
മോള് വാ വാ നടക്ക. സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയാണല്ലോ വീട്. ആ സന്തോഷം കെടുത്തി തരാം ഞാൻ. അച്ഛാ, ശാലിനി, അല്ല, ഇതെന്താ കൈക്കെന്താ പറ്റി? അത് വിഷ്ണുവേട്ടന് ദേഷ്യമൊന്നും തോന്നരുത്. ഇയാള് കാര്യം എന്താ പറ. അത് ഞാൻ പ്രീതിയും കൊണ്ട് മടങ്ങി വരുന്ന വഴി ഓട്ടോ ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പൊ ബാലൻസ് തെറ്റി എന്റെ കൈ ചെന്ന് ഓട്ടോയുടെ സൈഡിൽ ഇടിച്ചു. അങ്ങനെ പറ്റിയതാ. അതിന് ഇയാളോട് എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത്? അത് സൂക്ഷിക്കാത്തതിന്. ഇതിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കാം. ഏയ്, അതിനുള്ള മുറിവൊന്നും ഇല്ല വിഷ്ണുവേട്ടാ. പ്രീതി ഫസ്റ്റ് എയ്ഡ് ചെയ്തതാ. ഉറപ്പാണല്ലോ അല്ലേ? ആ, ഉറപ്പ്. ഇത് മതി. എന്നാ ഞാൻ പ്രീതിയുടെ സീമന്തത്തിൽ ഏർപ്പാട് ചെയ്യാം. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ആ ശരി. പോടെ. എല്ലാം സന്തോഷമായിട്ട് പര്യവസാനിച്ചില്ലേ? പിന്നെയും അച്ഛന്റെ മുഖത്തെന്താ ഒരു സങ്കടം? അങ്ങനൊന്നും പറയാറായിട്ടില്ല മോളെ. ആ സുസ്മിതയില്ലേ, അവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയാലേ എല്ലാം സന്തോഷമായി പര്യവസാനിക്കൂ. ഇല്ലെങ്കിൽ പ്രീതിയുടെ സീമന്തത്തിന് അവൾ എന്തെങ്കിലും വിഷം കലക്കും മോളെ. ഹലോ. ഹലോ സുരഭി. ആരാ? മനസ്സിലായില്ല. ഞാനാ സുസ്മിത. നല്ലയാളാ. നമ്പർ വാങ്ങിച്ചോണ്ട് പോയിട്ട് ഇപ്പോഴാണ് നീ വിളിക്കുന്നത്. നിന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഞാൻ. എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാനാണെങ്കിൽ നിന്റെ നമ്പർ വാങ്ങിച്ചതുമില്ല. ഞാൻ വിളിക്കുന്നു പറഞ്ഞ വിളിച്ചിരിക്കും. നീ ഇപ്പൊ ഫ്രീ ആണോ? ഡ്യൂട്ടി മാറാൻ തുടങ്ങിയായിരുന്നു ഞാൻ. ആ, പറഞ്ഞോ. എനിക്ക് നിന്റെ ഒരു സഹായം വേണമായിരുന്നു. വെരി അർജന്റ്. പറഞ്ഞോ മോളെ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മൾ തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ദിവസം പ്രീതി എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ഗൈനക്കോളജിയിൽ. അന്ന് ഗൈനക്കോളജിയിലായിരുന്നല്ലോ എനിക്ക് ഡ്യൂട്ടി. പ്രീതി ഓർക്കുന്നുണ്ടോ? പ്രീതി അവളുടെ കുഞ്ഞിന്റെ DNA ടെസ്റ്റിനായിട്ട് അവിടെ കൊണ്ടുവന്നേ. DNA ടെസ്റ്റ്. ആ, ഇപ്പൊ ഓർമ്മ വന്നു പേഷ്യന്റിനെ. ആ പേഷ്യന്റിന്റെ ഒരു കാര്യത്തിനാ നീ എനിക്ക് സഹായം ചെയ്യേണ്ടത്. എടി, പതിവ് പോലെ ഇതിന്റെ ഫ്രോഡ് പരിപാടിയൊന്നും അല്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ജീവിതം തന്നെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാ. എങ്കിലും സുസ്മിത, മെഡിക്കൽ എത്തിക്സ് എന്നൊന്നില്ലേ? തേങ്ങാക്കൊല. ആ കുട്ടി കെട്ടിത്തൂങ്ങി ചത്ത ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നിന്റെ മെഡിക്കൽ എത്തിക്സിന്? എടി, എല്ലാവർക്കും ഗുണമുള്ളൊരു കാര്യം ഞാൻ പറയുന്നേ. നിന്റെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കിക്കേ. നിനക്ക് ഈ നരകത്തിൽ തന്നെ കിടന്നാ മതിയോ? നല്ലൊരു ജീവിതം വേണ്ടേ? UK-യിലേക്കോ ജർമ്മനിയിലേക്കോ പോയാ രക്ഷപ്പെടാന്ന് നീ എന്ന് പറഞ്ഞില്ലേ? അതിന് ഏജന്റിന് കൊടുക്കേണ്ടത് എത്ര ലക്ഷം ആയാലും നീ പറഞ്ഞാ മതി, അത് നിന്റെ അക്കൗണ്ടിലെത്തും. നിന്റെ
കഷ്ടപ്പാട് കണ്ടിട്ട് കൂടിയാ ഞാനിത് നിന്നെ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചേ. അവിടുത്തെ ഒരു അറ്റൻഡർക്ക് 5 or 10 കൊടുത്താൽ സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന് നിനക്കറിയാലോ. അത് അല്ല, നീ എന്താ ഒന്നും പറയാത്തെ? വേണ്ട സുസ്മിതേ, വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. നീ പറഞ്ഞ പണം തരുമല്ലോ അല്ലേ? സംശയം എന്താ? സംഗതി നടക്കുന്ന ആ നിമിഷം അക്കൗണ്ട് നമ്പർ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തോ. ഞാൻ അയക്കാം സുസ്മിതേ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞതുപോലെ. ആ ശരി. ഈശ്വര, കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു. എന്തായാലും അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കാം. സോറി പ്രീതി, നിന്റെ സീമന്തമല്ല, സീമന്തരേഖയെന്ന് ആ സിന്ദൂരം അങ്ങ് മായ്ച്ചു കളയുന്ന ചടങ്ങാ നാളെ നടക്കാൻ പോന്നെ. നിന്നെ തൊട്ടാലേ സത്യഭാമയ്ക്ക് പൊള്ളൂ. ഭാമാന്റിയുടെ രോഷാഗ്നിയിൽ ഉരുകി തീർന്നോളും ശാലിനി. ഹലോ, ഇയാളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? എനിക്ക് ചില ജോലികളുണ്ടായിരുന്നു. പിന്നെ പ്രീതിയെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുക സത്യാമ്മ. കുറെ നാൾക്ക് ശേഷം കാണുന്നതല്ലേ. അച്ഛൻ ഉറങ്ങി തോന്നുന്നു. പിന്നെ സുസ്മിത, അവൾ ആർക്കും മുഖം കൊടുക്കാതെ നടക്കുക. അവള് എന്തെങ്കിലും ചെയ്യട്ടെ. അല്ല, ഇയാളിന്ന് പകല് മുഴുവൻ എവിടെയായിരുന്നു? അത് അത് അല്ല, അതെന്താ? ഞാന് പ്രീതിയുടെ സീമന്തത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുള്ള കറക്കത്തിലായിരുന്നു. പിന്നെ ഇതൊക്കെ ഇയാൾക്കുള്ള തന്നെ. എനിക്കോ? ആ, ഞാനേ ഒരു സാധനം കാണിച്ചു തരാം. പിടിക്കേ. ഗിഫ്റ്റോ? എന്തിനാ ഇപ്പൊ ഇത്? ഇയാള് IAS ഒക്കെ പോലത്തെ വലിയ പരീക്ഷ പാസ്സായതല്ലേ, അപ്പൊ ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ. അതിന് ഇയാൾ എനിക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞല്ലോ. എന്നെ എടുത്തു പൊക്കി എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തുകയും ചെയ്തു. പിടിക്കേ. തുറന്നോക്ക്. ഇയാൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താ വാങ്ങിക്കാന്ന് ഒരുപാട് ആലോചിച്ചിട്ട് തലപൊച്ച് വായിച്ച. എടോ നോക്കടോ. ശാലിനി IAS. കൊള്ളാലോ. ഇത് താൻ കളക്ടറായി കഴിയുമ്പോഴേ ഓഫീസിലെ മേശപ്പുറത്തില്ലേ അവിടെ വെക്കാൻ. കൊള്ളാം, ഒരു ആനച്ചന്തൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഓഫീസിൽ ഞാൻ വെക്കില്ല. അതെ, ഞാനിപ്പോ വരാം. ചക്രത്തിന്റെ ഒരു ഗുണ്ടയെ പ്രേമിക്കാൻ മാത്രം മണ്ടിയല്ല IAS എടുത്ത് രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചു നടന്ന ഈ ശാലിനി.
ഞാൻ ഓഫീസ് ടേബിളിൽ വെക്കാൻ പോകുന്നത് ദാ, ഈ ബോർഡാ. വായിച്ചു നോക്ക്. ശാലിനി വിഷ്ണു IAS. എങ്ങനെയുണ്ട്? എടോ ഇത് എന്താ? എടോ ഇത് പേരെന്റെ. എത്ര വലിയ പദവികൾ ലഭിച്ചാലും ശാലിനിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്തൊരു പേരായത്. വിഷ്ണു. ശാലിനി ജനിക്കും മുമ്പേ ആ ജന്മത്തിനൊപ്പം ദൈവം ചേർത്ത് വെച്ച പേര്. മുൻ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പുണ്യത്തിനുള്ള സമ്മാനം. എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന? എന്നാലും പേര് അതൊക്കെ പോട്ടെ. ഞാനേ വേറൊരു സമ്മാനം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു. വാങ്ങിക്കേ. അതിനിടയിലും ഇയാൾക്ക് റൊമാൻസിനൊരു കുറവുമില്ലല്ലോ. കഴിഞ്ഞു. വേറൊരു കൂട്ടം കൂടെ ഉണ്ട്, കാണിച്ചു. കഴിക്കടോ. ഇളം കഴിക്ക്. അയ്യോ സോറി. കഴിക്ക. എനിക്ക് ഇത് തന്നെ മതി. അതെ, എനിക്കങ്ങോട്ട് വരാവോ? പ്രീതി വാ. ഇതെന്താ പൂവും ലഡുവൊക്കെ ആയിട്ട്? ആ ടെൻഷനിടയിൽ പറയാൻ മറന്നു പ്രീതി. ഞാൻ സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായി. അതിന്റെയാ. ആണോ? അപ്പോ ഭാവിയിലെ കളക്ടറും ഭർത്താവും മധുരം നുണയാണ്. ഇതെന്താ? ശാലിനി വിഷ്ണു IAS. കൊള്ളാലോ. എന്റെ പേര് നീലടു വെച്ച.
ഭാവി കളക്ടറമ്മയും ഭർത്താവിനെയും അമ്മ അന്വേഷിക്കുന്നുണ്ട്. താഴേക്ക് വാ. ഒന്ന് പോകു പെണ്ണെ അവിടുന്ന്.